അപ്പോൾ ഇനി വരാൻ പോകുന്ന നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഇനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലാണ്, പ്രത്യേകിച്ചും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള മെറ്റ പ്ലാറ്റ്ഫോംസിലൊക്കെ. അപ്പോൾ അവിടെ ചെയ്യുന്ന പെയ്ഡ് ആഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് LDF, UDF, BJP ഒന്ന് ചെക്ക് ചെയ്താലോ. ആദ്യം നമുക്ക് LDFിൻ്റെ നോക്കാം കേട്ടോ. LDF ബേസിക്കലി മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് എന്ന ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ആഡ്സ്. ഇതിൽ പല ആഡ്സുകളും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓഡിയൻസ് സെക്ഷനിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് 90 ഡേയ്സിൽ എത്ര സ്പെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ സ്പെൻഡ് ചെയ്ത് ഈ ഒരു എമൗണ്ടാണ് 40,29,684, 79 ആഡ്സ്. ഓക്കെ, കേരളത്തിൽ തന്നെയാണ് റൺ ചെയ്തിട്ടുള്ളത്. ഏജ് ഡിഫോൾട്ടിലാണ് റൺ ചെയ്തിട്ടുള്ളത്. ഇതിനുള്ള കാര്യം ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്തിട്ടില്ല, പക്ഷേ അവർ ലാംഗ്വേജ് ബേസിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളം കസ്റ്റം ഓഡിയൻസിന് ആഡ് ചെയ്തിട്ടുണ്ട്, ലുക്ക് ഓഡിയൻസിന് ആഡ് ചെയ്തിട്ടുണ്ട്. അവരെ വേറെ അക്കൗണ്ട് കൂടെ ഉണ്ട്, അതിലും കൂടെ പോയി കേട്ടോ. ഈ 2 അക്കൗണ്ടിലാണ് അവർ ആഡ്സ് കാണിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഓഡിയൻസ് പോയി നോക്കുന്ന സമയത്ത് 26 ആഡ്സ് കാണിക്കുന്നുണ്ട്. ഈ ഒരു അക്കൗണ്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇത്ര എമൗണ്ടാണ് കേട്ടോ. ഇത് നമുക്ക് UDF നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള എന്നുള്ള ഒരു അക്കൗണ്ടാണ് കോൺഗ്രസ് യൂസ് ചെയ്തിട്ടുള്ളത്. നിലവിലിപ്പോൾ 18 റിസൾട്ട്സാണ് കാണിക്കുന്നത്. ഡേ ടൈമിലൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട്സ് ഉണ്ടായിരുന്നു. 170 സംതിങ് എന്തോ ഉണ്ടായിരുന്നു. ഇപ്പോൾ നൈറ്റ് ഓൾമോസ്റ്റ് 10:30 ഒക്കെ ആയിട്ടുണ്ട്. മേ ബി അതായിരിക്കും. കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് UDF മാനിഫെസ്റ്റോ കാണിക്കുന്നുണ്ട്. ആശാവർക്കർമാരുടെ ദിവസവേതനം 700 രൂപ ഒക്കെ അങ്ങനത്തെ ആഡ്സ് ഉണ്ട്. നെല്ലിന് 35 രൂപ സംഭരണ വില, അങ്ങനെയുള്ള ആഡ്സുകളുണ്ട്. ഓഡിയൻസ് സെക്ഷനിലേക്ക് പോകുമ്പം ലൊക്കേഷൻ നമ്മൾ LDFിൻ്റെ കണ്ടത് കേരള എന്നുള്ള ഒരു ബ്രോഡായിട്ടുള്ള ഓഡിയൻസിനെ സെലക്ട് ചെയ്തിരുന്നു. ഇതിൽ പിൻകോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പിൻകോഡ്സും ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാടുണ്ട് ഇതിൽ കണ്ടോ, ഒരുപാടുണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പിൻകോഡ് നല്ല റിസൾട്ട് തരുന്നൊരു ഓപ്ഷനാണ് കേട്ടോ. ഏജ് നോക്കുമ്പോൾ ആസ് യൂഷ്വൽ 18 to 65 തന്നെയാണ് എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. ജെൻഡർ വിമൻസിനൊന്നും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. 46 ആഡ്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വിമൻസിന് വേണ്ടിയിട്ട്. മറ്റുള്ളവർക്ക് 352 ആഡ്സ് കാണിക്കുന്നുണ്ട്. ടോട്ടൽ സ്പെൻഡ് ഇതാണ് കേട്ടോ. ലാസ്റ്റ് 7 ഡേയ്സ് ആണിത്. നമുക്ക് മാറ്റിയിട്ട് 90 ഡേയ്സ് ആക്കി നോക്കാം. ഓക്കെ, 90 ഡേയ്സ് ആക്കിയാൽ ഇതാണ് എമൗണ്ട് ടോട്ടൽ സ്പെൻഡ് ചെയ്ത്. കസ്റ്റം ഓഡിയൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ലുക്കിലേക്ക് ഓഡിയൻസ് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. BJPയുടെ ആഡ്സ് വരുന്നത് ഈ ഒരു അക്കൗണ്ടിലാണ് കേട്ടോ. BJP കേരള എന്നുള്ള അക്കൗണ്ടിലാണ്. ഇപ്പോൾ ലാസ്റ്റ് 7 ഡേയ്സിൽ കാണിക്കുന്നത് ഇത്ര എമൗണ്ടാണ്. 7 ഡേയ്സ് കാണിക്കുന്നത് നമുക്ക് 90 ഡേയ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്ര എമൗണ്ടാണ് കാണിക്കുന്നത്. നല്ലൊരു എമൗണ്ട് ഉണ്ട് കേട്ടോ. 1143 ആഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് BJP ആണ്. കോൺഗ്രസിൻ്റെ പ്രചാരണത്തിനെ പറ്റിയിട്ട് ഒരു കൗണ്ടർ വീഡിയോസൊക്കെ ഉണ്ട്. മോദിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കാര്യമായിട്ടും അവർ ആഡ്സ് റൺ ചെയ്യുന്നത്. ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് കേരള, ഉപ്പള, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, നെടുങ്കണ്ടം, തൊടുപുഴ, അങ്ങനെയൊക്കെ വളരെ മൈക്രോ ലെവലിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവരൊക്കെ ഇപ്പോൾ ഉപ്പള നോക്കുകയാണെങ്കിൽ മഞ്ചേശ്വരം അതൊക്കെയാണ് ഇൻക്ലൂഡാണെന്ന് തോന്നുന്നു. ഒറ്റപ്പാലം, പാലക്കാട്, മണ്ണാർക്കാട് അവിടെ നല്ല ഫൈറ്റാണല്ലോ. അപ്പോൾ അവിടെ നല്ല ഇൻക്ലൂഡ് അത്യാവശ്യം ഉണ്ട്. ഇതിൽ ലാംഗ്വേജും സെലക്ട് ചെയ്തിട്ടില്ല. ലാംഗ്വേജ് ഞാൻ ഓപ്പൺ ആക്കി കൊടുത്തേക്കാണ്. ഡീറ്റെയിൽ ടാർഗറ്റിങ്ങും ഇല്ല. കസ്റ്റം ഓഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊരു ബ്രോഡ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ.